ചുണ്ട ജവഹർ മെമ്മോറിയൽ റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പുസ്തക വിതരണ പദ്ധതി, പുസ്തക ചർച്ച എന്നിവ ടി നിഷാകുമാരി ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ. ചുണ്ട ജവഹർ മെമ്മോറിയൽ റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പുസ്തക വിതരണ പദ്ധതി, പുസ്തക ചർച്ച എന്നിവ ടി നിഷാകുമാരി ഉദ്ഘാടനം ചെയ്തു. ചേർത്ത് പിടിക്കുന്ന ഇത്രയും ആളുകളെ ഒരു കൂട്ടമായി കാണാൻ കഴിഞ്ഞത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ് ഇന്നത്തെ കാലത്ത്. ഇതാണ് നമ്മുടെ യുവതലമുറയ്ക്ക് അവർക്ക് മാതൃകയായി നമ്മൾ കൊടുക്കേണ്ടത്. ഈ കാഴ്ചയാണ് കൊടുക്കേണ്ടത്. എണ്ണം പരിമിതമെങ്കിലും നമ്മൾ അതിലൂടെ എത്രമാത്രം ആത്മാർത്ഥതയോടുകൂടി ഇന്നിവിടെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ഈ വനിതാവേദിയുടെ ആഭിമുഖ്യത്തിൽ പുസ്തകാസ്വാദനവുമായി ബന്ധപ്പെട്ട പുസ്തക വിതരണ പദ്ധതിയോടനുബന്ധിച്ച് ചുണ്ട ജവഹർ എന്നെങ്കിലും ഇവിടെ ചെലവഴിക്കാൻ എനിക്കും നിങ്ങളോടൊപ്പം ചേർന്നിരിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഉയർന്നു വരാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യാറില്ല. ജ്വലിച്ചു വരുമ്പം തന്നെ വെള്ളമൊഴിച്ച് കെടുത്തുന്ന ഒരു സമൂഹത്തിൻ്റെ ഒരു ഭാഗമായി വളർന്നു വന്നവരാണ്, അല്ല ഒരു ഭാഗമായി തീർന്നവരാണ് നമ്മളെല്ലാവരും. പക്ഷെ ഇപ്പോൾ അതിലൊക്കെ ഏറെ മാറ്റം വന്നു തുടങ്ങി. അങ്ങനെ ജ്വലിച്ചു വരുന്ന, അല്ലെങ്കിൽ ഒരു 10-60 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ താമസിച്ച 2 സ്ത്രീകളായിരുന്നു. കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ 2 പേർ. ഞാൻ ഇപ്പോൾ താറുമാറായി കിടക്കുന്നതെല്ലാം കല്യാണിച്ചി, ഇത് ശരിയാക്കുന്ന ആരെങ്കിലും ഉണ്ടാ? അതൊക്കെ പഠിച്ചവരുണ്ടത്ര. ആരാൻ്റെ ജീവിതം ശരിയാക്കാനും ആൾക്കാർ പഠിച്ചു തുടങ്ങിയ ഞാൻ അയാളെയും കൂടി കാണണമെന്ന് ഇവിടെ ഭയങ്കര നിർബന്ധം. വനിതാവേദി പ്രസിഡന്റ് റോസമ്മ ടീച്ചർ അധ്യക്ഷത വഹിച്ചു. പി സുകുമാരൻ, പ്രീതി മധു, സി കെ രാജേഷ്, സിന്ധു ഗോപാലകൃഷ്ണൻ, പി സിനി, കെ കുഞ്ഞിരാമൻ, പി കമലാക്ഷി എന്നിവർ പ്രസംഗിച്ചു. ഈ പരിപാടിക്ക് ആശംസ അറിയിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമേ തന്നെ ഇന്നത്തെ വനിതാവേദി ഇന്ന് തുടങ്ങിയ ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. പുതിയൊരു ഇടത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അറിയാമോ, ഇതുവരെ നമുക്ക് ഇങ്ങനൊരു സൗകര്യം കിട്ടിയിട്ടില്ല. നിങ്ങളുടെ കുറേ പേരുടെ സഹായത്തോട് തന്നെയാണ് ഈ ഒരു സൗകര്യത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നത്. ടീച്ചർ പറഞ്ഞതുപോലെ ഇനിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമുക്കിവിടെ വേദി ഒരുക്കിക്കൊണ്ടുള്ള കാര്യങ്ങളിലേക്കാണ് നീങ്ങുന്നത്. അപ്പോൾ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നതോടൊപ്പം അധ്യക്ഷത വഹിച്ച റോസമ്മ ടീച്ചറെയും വായനശാലയുടെ പേരിലും എൻ്റെ പേരിലും നന്ദി അറിയിക്കുന്നു. പിന്നെ ഉദ്ഘാടനം ചെയ്യാൻ സജിനേച്ചി എത്തിയിട്ടില്ല, അതുകൊണ്ട് നമ്മുടെ നിഷാകുമാരി ടീച്ചർ നല്ലൊരു ക്ലാസ്സാണ് ഇപ്പം നമുക്ക് തന്നത്, അല്ലേ? എനിക്കെല്ലാം ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ പുസ്തകത്തിലേക്ക് എത്തി. വീടുകളിൽ പുസ്തകം എത്തിച്ചു കൊടുക്കുക, ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക, വീട്ടുമുറ്റത്തെ പുസ്തക ചർച്ച, അയൽക്കൂട്ടങ്ങളിലും കുടുംബശ്രീകളിലും പുസ്തകങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നിവയാണ് വനിതാ പുസ്തക വിതരണ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക. 2023 ഏപ്രിൽ 1 മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ HUID നിർബന്ധമാക്കിയിരിക്കുന്നു. 100% ആഭരണങ്ങളും HUID മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ. ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ.